സംസാരിക്കാൻ പോകുന്നത് 4 റമദാനോളം ഞാനിവിടെ നിന്നു. ഈ 4 റമദാനോളം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് ഞാന് ഈ പള്ളിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിയുകയാണ്. കമ്മിറ്റിയുടെ തീരുമാനം ഈ ജോലിയുടെ പിരിയുന്ന സമയത്ത് ഞാൻ മദ്രസ പഠിപ്പിക്കുന്ന കുട്ടികള് എന്റെ അടുത്ത് സങ്കടത്തോടുകൂടി പറഞ്ഞു, ഉസ്താദ് പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. അതേ പ്രകാരം തന്നെ ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മദ്രസയിൽ ഇനി പഠിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു വർത്താനുണ്ട്, ഇവിടെ എനിക്ക് പുറത്ത് കുറെ പള്ളികൾ കിട്ടും, ജോലിക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് മദ്രസ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പള്ളി ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മക്കാം ഒന്നേ ഉള്ളൂ. അപ്പൊ ആ മദ്രസയും മക്ബറയും പള്ളിയും ഒക്കെ പരിപാലിപ്പിക്കേണ്ടത്, അതിന്റെ ചുമതലകൾ ഏറ്റെടുത്ത് നടക്കേണ്ടത് എല്ലാവരും കൂടിയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായത്. ഇവിടെ ഈ ഞാൻ എന്ന വ്യക്തി ഇത്രയും കാലം ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സ്ത്രീ വിഷയമോ മദ്രസ കുട്ടികൾ ഉപദ്രവിക്കുന്ന വിഷയമോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു മര്യാദപരമായിട്ടുള്ള ഒരു രൂപത്തിൽ എന്നോട് വന്ന് പറയണം ഉസ്താദ് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും, കടിച്ചു തൂങ്ങൂല. നിലവിൽ ഈ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും എന്നോട് പറഞ്ഞു ഉസ്താദ് ഇവിടുന്ന് പോകരുത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുതരാം, ഉസ്താദിന് കുത്തുബോധനോ ആരും അവിടെ കയറാതെ ഞങ്ങൾ കുത്തുബോധിക്കാന്ന് പറഞ്ഞു. ഇവിടെ നിയമപരമായിട്ട് ഒരു നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. 30 ദിവസം ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. 30 ദിവസം വരെ ഒരു പുതിയ ജോലി കണ്ടെത്താൻ ഇവിടെയുള്ള ആളുകളോട് യാത്ര പറയാനുള്ള അവസരമുണ്ട്. എനിക്ക് അങ്ങനെ ഞങ്ങൾ ചെയ്തു തരണം, നിയമപരമായിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതേ പ്രകാരം തന്നെ ഇവിടെ നിന്ന് ഈ മഹലിൽ നിന്ന് ഒരംഗമെങ്കിലും ഈ ഉസ്താദ് ഇവിടെ നിൽക്കണമെന്ന രൂപത്തിൽ വഖഫ് ബോർഡിൽ പെറ്റീഷൻ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആ ഉസ്താദ് നിൽക്കണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നിയമപരമായിട്ടും അല്ലാതെയും ഏത് രൂപത്തിൽ ഉസ്താദിനെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നിട്ടും ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കില്ല. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാനിവിടെ ഖത്തീബല്ല, ഞാൻ പോകും. കാരണം ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മഹലിൽ 2 തട്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിച്ചവരാ നിങ്ങള്, എന്നെ സഹായിച്ചവരാ നിങ്ങള്, എനിക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയവരവര്. ഞാൻ പോകുന്നതിനുള്ള കാരണം ഈ പള്ളിയിൽ വെച്ചെങ്കിലും പറയാനുള്ള ഒരു അവസരം നൽകിയെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നതായിരുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെണ്ണ് കേസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുട്ടികളെ ഉപദ്രവിക്കലോ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ തൃപ്തിയോടുകൂടി പോകും. ഇവിടെ ഒരു മുതിർന്നവർ ചെയ്യുന്ന അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രൂപത്തിൽ ചെയ്യുന്നതിന്റെ രീതിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്നും ഓർക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളാ, നമ്മുടെ കുടുംബം വിഷമിക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മൾ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും. എന്നാ നോക്കണം, ഈ ഒരു വിഷയം എന്റെ വാപ്പാക്ക് വിളിച്ചു പറയാൻ ആ വിഷയം എന്റെ ഉമ്മ കേൾക്കാൻ 4-5 ദിവസമായിട്ട് എന്റെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ആ വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ മരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന പ്രതീതിയാ. എന്തിനാ സുഹൃത്തുക്കൾ, എനിക്ക് 30 വയസ്സുണ്ട്. എന്നെ ഇവിടെ എന്റെ വാപ്പ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തുന്ന പോലെ ചേർത്തിയതല്ല. എന്നെ ഈ മഹലില് വജീദ് സാഹിബ് സെക്രട്ടറി ആയിരുന്നു. ഈ നിഹാസുദ്ദീന്റെ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് ഞാനിവിടെ വരുന്നത്. എന്റെ ഉപ്പ വന്ന് എന്നെ കൊണ്ടൊന്ന് ചേർത്തിയതല്ല. പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം, അതല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കണം, എന്റെ കുറ്റങ്ങളും നിങ്ങളുടെ മകന് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞത് എന്താ? എത്ര തെമ്മാടിയായ മോനാണെങ്കിൽ ആ ഉപ്പാക്ക് വിളിച്ചു പറഞ്ഞാൽ ആ ഉമ്മത് കേട്ട് കഴിഞ്ഞാൽ എത്ര വിഷമിക്കും, എത്ര സങ്കടപ്പെടും എന്നാലോചിച്ച് നോക്കി. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്നോട് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇവിടെ എന്നെ പിടിച്ചു നിർത്താൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇവിടുന്ന് പോകും. ഇത് നിങ്ങളുടെ മഹല്ല, ഈ മഹലിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ ഏത് ഉസ്താദ് നിൽക്കണം, ഏത് ഉസ്താദ് നിൽക്കണ്ട. ഇനിയിപ്പോ നിങ്ങൾ ആര് വന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് പോകും. പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം 12 വർഷമൊക്കെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോ ദീനി ദഅവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങാൻ, ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റെന്താണെന്ന് കാണിച്ചു കൊടുക്കൽ ഈ ഉസ്താദിന്റെ കടമയാണ്. ഇവിടെ മുന്നേ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത്, അതിനുശേഷം മുത്തവല്ലി ഭരണമുണ്ടായിരുന്നു. എനിക്ക് എന്റേതായ നിലപാടുകളും വ്യക്തിത്വവും ഞാൻ അവിടെയൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇവിടെ ഇപ്പോ ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം കമ്മിറ്റിയിൽ നിന്ന് മദ്രസയിലേക്ക് ഒരു അംഗത്തെ തെരഞ്ഞെടുക്കണം, മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു സുതാര്യത നഷ്ടപ്പെട്ടപ്പോൾ, നീതിയുക്തമല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇടപെട്ടു. ഇങ്ങനെ ഒരു ആരോപണം കൊണ്ട് ഒരാളെ മോശപ്പെടുത്താൻ പാടില്ല. ഒരു മോശപ്പെട്ടത് ചിത്രീകരിച്ച് അയാളുടെ സ്ഥാനവും മാനവും കഴിയുന്നില്ല. എന്നെ കുറിച്ചൊരു തെറ്റായ കാര്യം എന്റെ കുടുംബത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തെ എനിക്ക് വിലയില്ല.
ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഒരാൾ ആക്ഷേപിക്കരുത്. ഇങ്ങനെയുള്ളൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ എന്നെ പറഞ്ഞുവിടുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഒരു നിസ്സാരമായ കമ്മിറ്റിയുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു ഉസ്താദിനെ ആ പള്ളിയിൽ നിന്ന് രാത്രിക്ക് രാത്രി തന്നെ പെട്ടിയെടുത്ത് പോകണമെന്ന് പറയുന്നത് ഏത് ന്യായമാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഒരു വിഷയം നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എനിക്കിവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ കൂടിയിരിക്കുന്ന പല ആളുകൾക്കും സത്യം എന്താണെന്നറിയില്ല. ഇവരൊക്കെ ഞാൻ പോകുമ്പോ ഇനി എന്നെ വേറെ രൂപത്തിൽ പലതും പറയും. ഇപ്പൊ തന്നെ എന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എന്റെ പോക്കറ്റ് നിറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഇപ്പൊ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഒരു വർഷമായിട്ട് എന്റെ വീടിന് ഞാനൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിന് തീർ നടത്താൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ ആ തീർ നടക്കാതിരിക്കെ ഇവിടെ ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. ആശിമാജി മണവാട്ടി അടക്കം, ഒനിയൻ അൻസാരി അടക്കം, ഷിജാസ് അടക്കം ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളോടെങ്കിലും ഈ വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. അങ്ങനെ സാമ്പത്തികമായ ആരോപണം വരെ ഉന്നയിച്ചുകൊണ്ട് ഒരാളിങ്ങനെ കരിവാരി തേച്ചുകൊണ്ട് പറഞ്ഞയക്കുമ്പോ ഇനിയൊരു ഉസ്താദ് ഈ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ആ ഉസ്താദിന് ഈ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് മറ്റു മഹലുകളിലൊന്നും ജോലി കിട്ടിയെന്ന് വരില്ല. ശരി, സമ്മതിച്ചു. എങ്കിലും ഈ ഒരു തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ദീനീയായ കാര്യങ്ങൾ ഒരുമിച്ചവരാണ്, ദീനിൽ വിശ്വസിക്കുന്നവരാണ്, ദീനനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ ദീനെ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകതകൾ കരുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.